കൊയ്തൊഴിഞ്ഞ പാടങ്ങൾ. കേരളത്തിൻ്റെ മറ്റൊരു നെല്ലറയാണ് ഈ ഗ്രാമം. ഒരു കാലത്ത് നെൽവയലുകൾ കേരളത്തിൻ്റെ മുഖമുദ്രകളായിരുന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ അരി കയറ്റി അയക്കുന്ന സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷേ ഇന്നോ ഏറ്റവും കൂടുതൽ അരി ഇറക്കുമതി ചെയ്യുന്ന സംസ്ഥാനമായി മാറി കേരളം. അതിന് ഒരുപാട് ന്യായങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. പക്ഷേ ഇതൊന്നും ഈ നാട്ടുകാർക്ക് പ്രശ്നമല്ല. പ്രഭാതം മുതൽ പ്രദോഷം വരെ വയലിൽ പണിയെടുത്ത് മണ്ണിൽ നിന്നുള്ള ഈ പൊന്ന് വിളയിച്ചെടുക്കുകയാണ് ഇവർ. മണ്ണ് മനുഷ്യനെ ചതിക്കില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വിശാലമായി കിടക്കുന്ന ഈ വാഴകൃഷിത്തോട്ടം. ഇത്രയും ഇടതിങ്ങി നിൽക്കുന്ന വാഴത്തോട്ടങ്ങൾ കേരളത്തിൻ്റെ മറ്റേതൊരു സ്ഥലത്താണ് കാണാൻ കഴിയുക? തൃശ്ശൂർ ജില്ലയിലെ ഒരുവിധം എല്ലാ ചന്തകളിലേക്കും വാഴക്കുലകൾ ഇവിടെ നിന്നാണ് കയറ്റി അയക്കുന്നത്. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന ഒരു കൃഷിയാണ് വാഴക്കൃഷി. സ്വന്തം മക്കളോടെന്ന പോലെയാണ് ഇവർ ഇതിനെ പരിപാലിച്ചു പോരുന്നത്. ഒരേക്കറിൽ 1000 വാഴ എന്നാണ് കണക്ക്. എത്രയോ ഏക്കറുകൾ. കേരളത്തിലെ പച്ചക്കറി ചന്തകളിൽ വളരെ അപൂർവമായേ കേരളത്തിൽ നിന്നുള്ള വാഴക്കുലകൾ എത്താറുള്ളൂ. ഇതിലേറിയ പങ്കും വരുന്നത് ഈ ഗ്രാമത്തിൽ നിന്നാണ്. ഇവരുടെ കൃഷിയോടുള്ള ആത്മാർത്ഥത തന്നെയാണ് ഈ കാണുന്ന സമ്പത്ത്. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വളങ്ങളോ മറ്റു മരുന്നുകളോ ഇല്ലാതെ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഇവിടെ കൃഷി നടത്തുന്നത്. വിശാലമായി പരന്നുകിടക്കുന്ന മരച്ചീനി കൃഷി. ഒരു ചരിത്രമുണ്ട് മരച്ചീനിക്ക് പറയാൻ. വലിയ ഒരു പുരയിടത്തിൻ്റെ അരികിൽ 3 മരച്ചീനി കമ്പുകൾ മുക്കാലി പോലെ കെട്ടിവെച്ച് അതിൽ തൂക്കിയിട്ട ത്രാസിൽ അളന്നു വിറ്റിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മരച്ചീനിക്ക്. അന്ന് കിലോയ്ക്ക് 50 പൈസയാണ് വില. ഇന്ന് സാധാരണക്കാരെക്കാളും സാമ്പത്തികമായി മേൽത്തട്ടുകാരായിട്ടുള്ളവരുടെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നാണ് മരച്ചീനി. മണ്ണിൽ പൊടിച്ചു വരുന്ന എല്ലാത്തിനെയും ഉപേക്ഷിച്ചതുപോലെ മരച്ചീനിയെയും വഴിയിൽ നമ്മൾ വെടിഞ്ഞു. പക്ഷേ ഈ നാട്ടുകാർ അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞതിൻ്റെ തെളിവാണ് കണ്ണെത്താ ദൂരത്തോളം കാണുന്ന ഈ മരച്ചീനി കൃഷി. ഇന്ന് 1 കിലോ മരച്ചീനിക്ക് 15 രൂപയാണ് വില. കപ്പയും മീനും മലയാളിയുടെ ഭക്ഷണശീലത്തിലെ പരമ്പരാഗത കോമ്പിനേഷനായിരുന്നു. 3 നേരവും കപ്പ കഴിച്ച് വിശപ്പടക്കിയ ഒരു തലമുറയുണ്ടായിരുന്നു മലയാളിക്ക്. ദേശമറിഞ്ഞ് കൃഷി ചെയ്താൽ വിളവ് കളം നിറയ്ക്കും എന്ന അറിവുള്ളവരാണിവർ. അതുകൊണ്ടാണ് താഴ്വാരങ്ങളിൽ നെല്ലും അല്പം കൂടി ഉയർന്ന പ്രദേശങ്ങളിൽ തെങ്ങ്, കവുങ്ങ്, വാഴ, പച്ചക്കറികൾ തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇന്ന് സ്കൂളുകളിൽ കുട്ടികൾക്കായി കൃഷിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നടത്താറുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ചൊന്നും അറിയില്ല എന്നത് തന്നെയാണ് കാരണം. ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയാവുകയാണ് ഈ ഗ്രാമത്തിലെ കുട്ടികൾ. സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ ഇവരും ഇറങ്ങുകയായി അച്ഛനമ്മമാർക്കൊപ്പം കൃഷിഭൂമിയിലേക്ക്. നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കടപാട്ട്, പുഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട്. നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കടപാട്ട്, പാട്ടിനു താളമടിക്കണ മാടത്തെ പുലയന്റെ കരള്. കരളിന്റെ കരളിലെ പാട്ട് നെയ്യണ തങ്കക്കിനാവ്. പാട്ടിനു താളമടിക്കണ മാടത്തെ പുലയന്റെ കരള്. കരളിന്റെ കരളിലെ പാട്ട് നെയ്യണ തങ്കക്കിനാവ്. പുഞ്ചപ്പാടത്തിന്റെ ചുണ്ടിലെ പുഞ്ചിരി പൂത്തു വിരിഞ്ഞാൽ, ചെഞ്ചോരമാനത്ത് പുലരി പെണ്ണവൾ ഉണർന്നു വന്നാൽ. പുഞ്ചപ്പാടത്തിന്റെ ചുണ്ടിലെ പുഞ്ചിരി പൂത്തു വിരിഞ്ഞാൽ, ചെഞ്ചോരമാനത്ത് പുലരി പെണ്ണവൾ ഉണർന്നു വന്നാൽ. പശയുള്ള ചേരില് പണിതുയർത്തും ഞങ്ങൾ പുതിയൊരു ലോകം. പുതിയ ലോകത്തിന്റെ വരവറിയിക്കുന്ന പാട്ടിന്റെ പാട്ട്. പുതിയ ലോകത്തിന്റെ വരവറിയിക്കുന്ന പാട്ടിന്റെ പാട്ട്. താണിക്കുടം ഒരു കൊച്ചു സുന്ദരിയാണ്. ഒരു കവിഹൃദയത്തിൻ്റെ സുന്ദര കൽപ്പനയെന്ന പോലെ.
പച്ചപ്പരവതാനി വിരിച്ച നെൽപ്പാടങ്ങളും അവൾക്ക് പാദസരം ചാർത്തിയൊഴുകുന്ന താണിക്കുടം പുഴയും വെഞ്ചാമരം വിരിച്ചു നിൽക്കുന്ന വാഴത്തോപ്പുകളും അവൾക്ക് കുടച്ചൂടി നിൽക്കുന്ന കമുകിൻ തോപ്പുകളും മേടമാസപ്പുലരിയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കുന്ന പൂവുകളും ചീരപ്പൂവുകളും അവൾക്കുമ്മ കൊടുത്തു നിൽക്കുന്ന നീലക്കുരുവികളും താണിക്കുടത്തിനെ എന്നും കാത്തുസൂക്ഷിച്ചു നിൽക്കുന്ന താണിക്കുടത്തമ്മയും ഇത് ഈ ഗ്രാമത്തിൻ്റെ മാത്രം സൗഭാഗ്യങ്ങൾ. താണിക്കുടം ഗ്രാമവാസികൾ അധ്വാനശീലരാണ്. നമുക്കന്യം നിന്നുപോകുന്ന നെൽകൃഷിയും വാഴക്കൃഷിയും പച്ചക്കറി കൃഷികളും അവർ ഒറ്റയ്ക്ക് വിളയിച്ചെടുക്കുന്നു. പടവലം, വെള്ളരി, ചീര ഈ കൃഷികളിൽ താണിക്കുടം ഗ്രാമനിവാസികൾ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. ഞങ്ങൾ പല കൃഷിയും ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ നേന്ത്രവാഴയും നെല്ല് ഇപ്പോൾ ഒത്തിരി കുറഞ്ഞു, എന്നാലും നെല്ലും ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചക്കറി വെള്ളരിക്ക, അതേമാതിരി കുമ്പളം, മത്ത, തെങ്ങ്, കഴുങ്ങ്, ചീര ഇതൊക്കെ നട്ട് ഞങ്ങൾക്ക് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാശ് കുറയും. എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കണത് 5 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ അവർ 10 രൂപയ്ക്ക് മേടിക്കും കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് കാര്യമില്ല, എന്നാലും ഞങ്ങൾക്ക് 5 രൂപ കിട്ടും. പിന്നെ അതേമാതിരി ഈ വെള്ളരിക്കും പിന്നെ വെള്ളരിക്കയുടെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഏറ്റവും ഒരു ചെലവ് കുറഞ്ഞൊരു പണിയാണ് ഞങ്ങൾക്ക് വെള്ളരിക്ക. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പൊന്നു വിളയിച്ചിട്ടും ഇവരും വഞ്ചിക്കപ്പെടുന്നുണ്ട്. മാർക്കറ്റിലെ വിലയൊന്നും ഇവർക്ക് ഇടനില കച്ചവടക്കാർ നൽകാറില്ല. ഇത്രയധികം പച്ചക്കറികൾ നശിച്ചു പോകും എന്നുള്ളതുകൊണ്ട് പറഞ്ഞ വിലയ്ക്ക് വിൽക്കുകയാണ് പതിവ്. എന്നാലും ഈ മണ്ണിൽ നിന്നുള്ള കൈനീട്ടത്തിൽ ഇവർ സംതൃപ്തരാണ്. 1 വർഷം നീണ്ടുനിന്ന ഇവരുടെ അധ്വാനം, അതിൽ നിന്നും കിട്ടിയ ഈ പൊൻവിളകൾ ദേശത്തിൻ്റെ ദേവതയായ താണിക്കുടത്തമ്മയ്ക്ക് ഇവർ സമർപ്പിക്കുകയാണ്.